നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ആവേശകരമായ റോഡ് ഷോയോടെ LDF പ്രചാരണത്തിൽ സജീവമായി. നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന പ്രകടനത്തോടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. M സ്വരാജ് തിങ്കളാഴ്ച പത്രിക നൽകും. എന്നാലും പ്രവർത്തകരെ ആവേശത്തിലാക്കി നിലമ്പൂരിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് റോഡ് ഷോ തുടരുകയാണ്. കോടതിപ്പടി മുതൽ എടക്കര വരെയുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ നടക്കുന്നത്. ഷഹദ് റഹ്മാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു തത്സമയം. ഷഹദ്, റോഡ് ഷോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ചതാണ്. വലിയ ആവേശം അണികൾക്കും പ്രവർത്തകർക്കുമിടയിൽ ഉണ്ടാക്കിയാണ് M സ്വരാജ് ഇന്ന് മണ്ഡലത്തിലെത്തിയത്. വലിയ ആവേശം, വലിയ ആത്മവിശ്വാസം LDF ക്യാമ്പിന് ഉണ്ടാക്കുന്നതാണ് M സ്വരാജിന്റെ ഈ വരവ്. സ്ഥാനാർത്ഥിയായി 2006 ശേഷം CPM ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ നിർത്തുന്നു. അതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലൊക്കെ തന്നെ വളരെ പ്രാധാന്യം ഈ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഷഹദ് റഹ്മാൻ ചെയ്തു. ഷഹദ്, ഈ റോഡ് ഷോ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? എത്രമാത്രം പങ്കാളിത്തമുണ്ട്? എന്താണ് LDF ക്യാമ്പിന്റെ ആവേശം? അതായത് ഞങ്ങൾ ഇപ്പൊ മൂത്തേടമാണ് എത്തിയിട്ടുള്ളത്. നിലമ്പൂരിൽ M സ്വരാജിന്റെ റാലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് മൂത്തേടം എത്തി. അതായത് മലപ്പുറത്തെ അല്ലെങ്കിൽ നിലമ്പൂരത്തെ ഈ മണ്ഡലം ചുറ്റി, അതായത് ആദ്യഘട്ടം തന്നെ പ്രചാരണം കൊഴുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് LDF മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം കുറച്ച് വൈകിയെങ്കിലും ലേറ്റാൽ വന്നാൽ ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ, അതായത് കുറച്ച് താമസിച്ചെങ്കിലും അതിനെ ഒന്നും വകവെക്കാതെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ഇന്ന് രാവിലെ മുതൽ LDFന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. വൈകിട്ട് 3 മണിക്കാണ് ഈ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കോടതിപ്പടിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. പിന്നീട് പൂക്കോട്ടുംപാടം, അതുപോലെ തന്നെ കരുളായി, മൂത്തേടം, വഴിക്കടവ്, മരുത, പോത്തുകൽ, ചുങ്കത്തറ, എടക്കര തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം, അല്ലെങ്കിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ റാലി നടത്തിയ ശേഷമാണ് ഏറ്റവും ഒടുവിൽ എടക്കരയിൽ ഈ റാലി സമാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എടക്കരയിലുള്ള റോട്ടിലാണ്, എടക്കര റോട്ടിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ റാലി വന്ന് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. എടക്കര നഗരത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള പ്രവർത്തകരെ അഭിവാദം ചെയ്യുകയാണ് M സ്വരാജ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം വൈകിട്ട് 3 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മൂത്തേടം നഗരത്തിലാണ്, അല്ലെങ്കിൽ മൂത്തേടം അങ്ങാടിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള റാലി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള സ്വീകരണം. അത് വെറും ഒരു സ്വീകരണമായിരുന്നു പാർട്ടി നേതൃത്വം ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് റോഡ് ഷോയ്ക്ക് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ശരി ഷഹദ്, അങ്ങനെ LDF ആവേശകരമായ റോഡ് ഷോയോടെ പ്രചാരണത്തിൽ സജീവമാകുന്ന കാഴ്ചയാണ് തത്സമയം പ്രേക്ഷകർ കണ്ടത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.